തുടരുക. ഇപ്പോൾ ശ്രീ PC ജോർജ് BJP നേതാവ് ടെലിഫോൺ ലൈനിലുള്ള. ശ്രീ PC ജോർജ്, നമുക്കറിയാം കാലങ്ങളായി ഉള്ള സഭാ തർക്കമാണ്, നിരവധി വ്യവഹാരങ്ങളുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരുപാട് ഇടപെട്ട പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി അതിനോട് വല്ലാതെ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരുന്നൊരു പശ്ചാത്തലവും താൻ ഏത് തലം വരെ പോകും ഈ തർക്കം പരിഹരിക്കാനെന്ന് പറയുക ചെയ്യുന്നത് എന്തിന്റെ സൂചനയാണ് താങ്കൾ കാണുന്നത്? അതീവ ന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹത്തോട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും BJPക്കുമുള്ള സ്നേഹത്തിന്റെ തെളിവായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമുക്ക് ഓർത്തഡോക്സ് യാക്കോബ് തർക്കം സത്യത്തിൽ ഒരു സഭ തന്നെ ആവശ്യമില്ലാതെ ചില സാഹചര്യങ്ങൾ ഉണ്ടായിപ്പോയ ഒരു പ്രത്യേക സാഹചര്യം സംഭവിച്ചു പോയ ഒരു പിരിവാണ്. അത് ഒന്നിച്ചു പോകാൻ വേണ്ടി ചർച്ച ചെയ്യാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രധാനമന്ത്രിയുടെ മനസ്സിനെ എത്ര ആദരവോടെ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ അഭിപ്രായത്തിൽ ഈ യാക്കോബായ ഓർത്തഡോക്സ് മാത്രമല്ല, ഈ ക്രൈസ്തവ സമൂഹം മുഴുവൻ ഒന്നിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഈ കത്തോലിക്കൻ എന്ന് പറഞ്ഞ് മാത്രമേ മാറിയിരിക്കേണ്ട കാര്യം തന്നെ, പെന്തിക്കോസ്റ്റ് എന്ന് പറഞ്ഞ് മാറിയിരിക്കേണ്ട കാര്യം തന്നെ, CSI എന്ന് പറഞ്ഞ് മാറിയിരിക്കേണ്ട കാര്യം തന്നെ. സത്യത്തിൽ മുസ്ലിം സമുദായം ഉണ്ടല്ലോ, അവർ ഒന്നിച്ചല്ലേ നിൽക്കുന്നത്. എവിടെങ്കിലും പറയുമ്പോ ഇബ്രാഹിം, മനസ്സിലായില്ലേ, മുഹമ്മദ് ഇബ്രാഹിം മുസ്ലിം എന്ന് പറയുന്നുള്ളൂ, അതിനകത്ത് ഷാബി നബി എന്ന് അവരാരും പറയാറില്ല. എന്നതുപോലെ ക്രിസ്ത്യാനി മുഴുവൻ ഒന്നിക്കുന്നു. ഇവിടെ നമ്മളോ റോമൻ കാത്തലിക്ക്, CSI, മർത്തോമ, പെന്തിക്കോസ്റ്റ്, എന്തിന്? ഇതെല്ലാം ഒന്നിക്കട്ടെ. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇവരെല്ലാം ഒന്നിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതിൽ കൂടെ ഒരു മാന്യതയില്ല എന്നാണ് എന്റെ അഭിപ്രായം. അതിന് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. ദൈവം എന്നുള്ള ശക്തി അദ്ദേഹം നൽകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ജോർജാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് ഇതിന്റെ തലങ്ങൾ വേറൊരു രീതിയിലേക്ക് എത്തിക്കുമെന്ന് സംശയമില്ല. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, അതാണ് കാരണം, നേരത്തെ പറഞ്ഞ പോലെ അനവധി ശ്രമങ്ങൾക്ക് ശേഷമാണ് സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ ഇതിൽ ഇടപെടുകയും മറ്റും ചെയ്യുന്നത്. അത് ഈ സഭകൾക്ക് കൂടി സ്വാഗതാർഹമാണ്. തർക്കം പരിഹരിക്കുക എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണല്ലോ. സഭകൾക്ക് കൂടി സ്വാഗതാർഹമാണ് എന്നുള്ളതാണ് പ്രധാനം. രഞ്ജിത്ത്, സഭകളുടെ ഒരു ഔദ്യോഗിക യാക്കോബായ സഭ ഇതിനോടുള്ള നിലപാടും നയവും എല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഇനിയും പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം കേരളത്തിൽ പലയിടങ്ങളിലായിട്ട് ഈ സഭാ തർക്കം മൂലം ക്രമസമാധാന പ്രശ്നങ്ങൾ അതിരൂക്ഷമാകുന്ന വിഷയങ്ങളിലേക്കെല്ലാം തന്നെ വന്നിട്ടുണ്ട്. കാരണം ഈ പള്ളികൾ അത് പിടിച്ചെടുക്കുക, പിന്നീട് അതിൽ സുപ്രീം കോടതി ഉത്തരവുണ്ടാകുന്നു. ആ ഉത്തരവിനെ പ്രതിരോധിച്ചുകൊണ്ട് സഭയിൽ തന്നെ ഒരു ഭാഗം രംഗത്ത് വരികയും പള്ളികൾ വിട്ടുകൊടുക്കുന്നതിനെതിരെ അവർ പ്രതിഷേധിക്കുകയും ചെയ്യുന്നു. സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ ഇതൊരു ക്രമസമാധാന പ്രശ്നമായി മാറുന്നു. അങ്ങനെ ഈ ഒരു പള്ളിയുടെ ഒരു വിഷയത്തിൽ ഇടപെടാൻ കഴിയാത്തൊരു സ്ഥിതി സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ തന്നെ വ്യക്തമാക്കുന്നു. അങ്ങനെ താൽക്കാലികമായി ഇത്തരം ഒരു നടപടികൾ അത് മരവിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ വരികയും ചെയ്യുന്നു. കോടതി ഉത്തരവ് നടപ്പാക്കാൻ കഴിയാത്തൊരു സ്ഥിതി സംസ്ഥാനത്ത് ഉണ്ട് എന്നതടക്കം സർക്കാർ തന്നെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു വിഷയങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു. തങ്ങൾക്ക് നീതി വേണമെന്ന് ഇരു സഭകളും ആവശ്യപ്പെട്ടുകൊണ്ട് അവരും പൊതുരംഗത്തേക്ക് വരികയും ചെയ്യുന്നൊരു അവസ്ഥയെല്ലാമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പറയുന്നത് ഈ വിഷയത്തിൽ ഇടപെടാൻ താൻ തയ്യാറാണ്. അത് രണ്ടു കൂട്ടർക്കും സമ്മതമാക്കണം. വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.